ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. വിക്രമാദിത്യ മഹാരാജാവ് പഴയതുപോലെ 6 മാസം വനവാസം ചെയ്യുന്ന കാലം. യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹോദരനായ ഭട്ടിയും സഹചാരിയായ വേതാളവും ഉണ്ടായിരുന്നു. വനത്തിൽ വച്ച് ഹൃദ്യമായൊരു സുഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നതെന്നറിയാൻ വിക്രമാദിത്യ മഹാരാജാവിന് ഒരു കൗതുകം തോന്നി. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷവും അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കാടും വൃക്ഷത്തലപ്പുകളും ഗുഹകളും തടാകങ്ങളും എല്ലാം അവർ തിരഞ്ഞു. ഒടുവിൽ ഭട്ടിയും വിക്രമാദിത്യനും ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയാൻ ഭാവിച്ചു. അപ്പോഴാണ് ഒരു സംഘം വഴിയാത്രക്കാർ ആ വഴി വന്നത്. ഭട്ടി അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരാണോ? ആണല്ലോ, എന്തുപറ്റി? എന്തെങ്കിലും സഹായം? ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? സംഘത്തലവൻ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അയാൾ പറഞ്ഞു, ഓ അതോ, അതേപ്പറ്റിയൊന്നും പറയാതിരിക്കുകയാണ് ചങ്ങാതി നല്ലത്. അതിൻ്റെ പിന്നാലെ വെറുതെ അന്വേഷിച്ച് പോകണ്ട. അതെന്താ അങ്ങനെ? ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഞങ്ങൾ കോസല രാജ്യത്തു നിന്നും വരുന്നവരാണ്. ഇവിടെ അടുത്തൊരു തടാകമുണ്ട്. ഞങ്ങളുടെ രാജകുമാരി ദിതി സ്ഥിരമായി സ്നാനത്തിന് വരുന്ന സ്ഥലമാണത്. അവൾക്കൊരു പ്രത്യേകതയുണ്ട്. ജന്മനാ ഹൃദ്യമായൊരു സുഗന്ധം അവളുടെ ശരീരത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ആ സുഗന്ധമാണ് നിങ്ങളെ ഇപ്പോൾ ആകർഷിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വഴിപോക്കർ നടന്നു. വിക്രമാദിത്യനും ഭട്ടിയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. പോകും വഴിക്ക് വഴിപോക്കർ പറഞ്ഞു, എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അവളൊരു അഹങ്കാരിയാണ്, പുരുഷവിദ്വേഷിയും. അവൾ വരുന്ന വഴിയിലെങ്ങാനും പോയി നിന്നേക്കരുത്. പുരുഷന്മാരെ കാണുക പോലുമില്ല എന്നാണ് അവളുടെ ശപഥം. രാജഭടന്മാർ വളരെ നേരത്തെ തന്നെ വഴി മുഴുവൻ ഒഴിപ്പിക്കും. അവരുടെ മർദ്ദനമേൽക്കേണ്ടി വരും. അവർ നടന്നു മറഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു, അഹങ്കാരിയും പുരുഷവിദ്വേഷിയുമായ ആ സുന്ദരിയെ നമുക്കൊന്ന് കണ്ടാലോ? ഭട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു, ഏട്ടൻ്റെ ഇഷ്ടം. വഴിപോക്കർ പറഞ്ഞ സ്ഥലത്ത് ഇരുവരും മറഞ്ഞ് കാത്തുനിന്നു. അല്പസമയത്തിനകം സുന്ദരിയായൊരു യുവതി തോഴിമാരോടൊപ്പം അവിടേക്ക് വന്നു. അവളുടെ ശരീരത്തിൽ നിന്നും ഹൃദ്യമായ ആ സുഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അവൾ സ്നാനത്തിനായി തടാകത്തിലേക്ക് ഇറങ്ങി. വിക്രമാദിത്യൻ ഭട്ടിയുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു, ഇത്ര സുന്ദരിയായ യുവതി പുരുഷന്മാരെ കാണുക പോലുമില്ല എന്ന തീവ്രമായ ശപഥമൊക്കെ എടുക്കാൻ കാരണമെന്തായിരിക്കും? ഭട്ടിക്ക് അത് അറിയണമെന്നില്ലേ? ഞാനും അത് തന്നെയായിരുന്നു ഏട്ടാ ചിന്തിക്കുന്നത്. നമുക്കൊന്ന് അന്വേഷിക്കാം. കൊട്ടാരത്തിൽ ചെന്ന് വിവരങ്ങൾ അറിഞ്ഞു വരാമെന്ന് വിക്രമാദിത്യനോട് പറഞ്ഞിട്ട് അതീവ രഹസ്യമായി ഭട്ടി സ്ത്രീവേഷം ധരിച്ച് രാജകുമാരിയുടെ തോഴിമാരോടൊപ്പം ചേർന്നു. വിക്രമാദിത്യൻ ഒരു കുടിൽ നിർമ്മിച്ച് അവിടെ ഭട്ടിയെ കാത്തുനിന്നു. കോസല രാജ്യത്തെത്തിയ ഭട്ടി കുമാരിയെപ്പറ്റി അറിയാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കുമാരിയുടെ അന്തഃപുരത്തിൽ കടക്കാനോ രഹസ്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താനോ ഭട്ടിക്ക് കഴിഞ്ഞില്ല. നിരാശനായി അയാൾ മടങ്ങി. നടന്നു തളർന്ന ഭട്ടി വഴിയിലൊരു തടാകത്തിൻ്റെ കരയിൽ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു താപസൻ വന്നു. കാൽപെരുമാറ്റം കേട്ട് ഉണർന്ന ഭട്ടി ഉറക്കനടിച്ച് അവിടെ തന്നെ കിടന്നു. സുന്ദരനായൊരു യുവാവ് മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ താപസന് എന്തോ ഒരു ഭയം തോന്നി. തൻ്റെ ഭാര്യ സ്നാനം ചെയ്യാനായി വരുന്ന സമയമാണ്. സുന്ദരനായ ഈ യുവാവ് ഈ സമയം വഴിയിൽ കിടക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് താപസൻ ചിന്തിച്ചു. ഉടനെ തന്നെ അയാൾ അവിടെ നിന്നും ഒരു പ്രത്യേകതരം പുല്ലു പറിച്ചെടുത്ത് ഭട്ടിയുടെ തലയ്ക്ക് ചുറ്റും 3 തവണ ഒഴിഞ്ഞ ശേഷം ദൂരെ കളഞ്ഞു. അതോടെ ഭട്ടി ഒരു സ്ത്രീയായി മാറി. ഉറക്കം നടിച്ചു കിടന്നിരുന്ന ഭട്ടി തൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി. ഭട്ടി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ താപസൻ നടന്നകന്നു. ആകെ കുഴപ്പത്തിലായ ഭട്ടി ഇനി എന്ത് ചെയ്യണമെന്ന് തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴേക്കും താപസൻ്റെ ഭാര്യ അതുവഴി വന്നു. ഭട്ടി പഴയതുപോലെ ഉറക്കം നടിച്ച് അവിടെ തന്നെ കിടന്നു. സുന്ദരിയായൊരു യുവതി വഴിയിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ താപസപത്നിക്ക് എന്തോ ഭയം തോന്നി. അവർ ചിന്തിച്ചു, തൻ്റെ ഭർത്താവ് കുളിക്കാനായി വരുന്ന സമയമാണ്. ഇത്ര സുന്ദരിയായ യുവതി
ഈ സമയത്ത് തടാകതീരത്ത് കിടക്കുന്നത് പന്തിയല്ല. അവർ ഉടനെ തന്നെ അടുത്ത് കണ്ട ഒരു പ്രത്യേകതരം പുല്ലു പറിച്ച് ഭട്ടിയുടെ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞിട്ട് ദൂരെ കളഞ്ഞു. ഉടനെ ഭട്ടി പഴയതുപോലെ യുവാവായി. താപസപത്നി അവിടെ നിന്നും പോയപ്പോൾ ഭട്ടി അത്ഭുതത്തോടെ എഴുന്നേറ്റു. ബുദ്ധിമാനായ ഭട്ടിയുടെ തലയിൽ രാജകുമാരിയുടെ അന്തപുരത്തിലേക്ക് കടക്കാനുള്ള ഒരു ഉപായം തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. സന്തോഷത്തോടെ അവൻ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് പോയി. വിവരങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ പൊട്ടിച്ചിരിച്ചുപോയി. ഭട്ടി പറഞ്ഞു, ഈ കഴിഞ്ഞതല്ല, ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ തമാശ. അവൻ കയ്യിലിരുന്ന പുൽക്കൊടിയെടുത്ത് വിക്രമാദിത്യൻ്റെ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞു ദൂരെ കളഞ്ഞു. തൽക്ഷണം വിക്രമാദിത്യൻ ഒരു സ്ത്രീയായി മാറി. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെന്തിനാണ്? ഭട്ടി പറഞ്ഞു, ഏട്ടാ, കുറച്ചു നാളത്തേക്ക് ഏട്ടൻ്റെ പേര് വിക്രമവല്ലരി എന്നാണ്. നമുക്ക് കോസല രാജ്യത്തേക്ക് പോകാൻ സമയമായി. ഭട്ടി മധ്യവയസ്കനായ ഒരു രാജാവിൻ്റെ വേഷം ധരിച്ചു. ഇരുവരും കോസല രാജ്യത്തെത്തി. ഒട്ടും വൈകാതെ രാജാവായ സോമവർമ്മനെ കണ്ടു. വിക്രമവല്ലരിയുടെ സൗന്ദര്യം കണ്ട് സോമവർമ്മൻ അത്ഭുതപ്പെട്ടു. രാജാവിൻ്റെ വേഷം ധരിച്ച ഭട്ടി പറഞ്ഞു, പ്രഭോ, എൻ്റെ പേര് തന്ത്രലോകൻ എന്നാണ്. ഇതെൻ്റെ ഭാര്യ വിക്രമവല്ലരി. ഞാൻ വരുന്നത് കാന്താര രാജ്യത്തു നിന്നാണ്. ഒരു ചെറിയ സഹായം എനിക്ക് അങ്ങ് ചെയ്തു തരണം. വിക്രമവല്ലരിയുടെ മുഖത്തു നിന്നും കണ്ണുകളെടുക്കാതെ തന്നെ സോമവർമ്മൻ പറഞ്ഞു, അതിനെന്താ, പറഞ്ഞോളൂ. വിക്രമവല്ലരി നാണത്തോടെ തൻ്റെ ഭർത്താവിനോട് ചേർന്ന് നിന്നു. ഭട്ടി പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി വിക്രമാദിത്യ മഹാരാജാവിന് കപ്പം കൊടുക്കുന്നുണ്ട്. ഇത്തവണ എനിക്കതിന് സാധിച്ചില്ല. കൃഷിയാണ് കാന്താര രാജ്യത്തെ വരുമാനമെന്നറിയാമല്ലോ. ഇപ്പോൾ ക്ഷാമകാലമാണ്. ഉടനടി എനിക്കൊരു 10,000 പൊൻപണം വേണം. എൻ്റെ ഭാര്യയെ ഒരു പണയ വസ്തുവായി സ്വീകരിച്ച് തൽക്കാലം എനിക്ക് ആ പണം നൽകണം. 1 മാസത്തിനകം ഞാൻ തിരിച്ചെത്തി അവളെ കൊണ്ടുപോയിക്കോളാം. ഇത് കേട്ടതോടെ സോമവർമ്മൻ്റെ മുഖം വിടർന്നു. ഇത് കണ്ട വിക്രമവല്ലരി ഭർത്താവിനെ ഒന്ന് തട്ടി. അപ്പോഴാണ് ഭട്ടി സോമവർമ്മൻ്റെ മുഖം ശ്രദ്ധിച്ചത്. അവൻ പറഞ്ഞു, ബന്ധുവാണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വിക്രമാദിത്യൻ മഹാ കണിശക്കാരനാണ്. ഇത് കേട്ട് സോമവർമ്മൻ ചോദിച്ചു, ബന്ധുവോ? അതെങ്ങനെ? ആ, വിക്രമവല്ലരി വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഹോദരിയാണ്. ബന്ധുവായിട്ട് കൂടി അദ്ദേഹം എനിക്ക് ഈ കാര്യത്തിൽ ഇളവ് തന്നിട്ടില്ല. അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഇവളെ ഇവിടെ നിർത്തി എനിക്ക് 10,000 പൊൻപണം തന്നാലും. ഇതോടെ സോമവർമ്മൻ്റെ മുഖം മാറി. പരിഭ്രമത്തോടെ അദ്ദേഹം പറഞ്ഞു, അയ്യോ, വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സഹോദരി ഇവിടെ നിൽക്കുന്നത് ഞാൻ പണയമായി കണ്ടു എന്നൊക്കെ മഹാരാജാവ് അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അങ്ങേക്ക് 10,000 പൊൻപണം വേണമെന്നല്ലേ ഉള്ളൂ, അത് ഞാൻ തരാം. വിക്രമവല്ലരി എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ മകളോടൊപ്പം താമസിച്ചോട്ടെ. അതൊരു പണയമായി കാണേണ്ട കാര്യമില്ല. സോമവർമ്മൻ എന്തു പറഞ്ഞിട്ടും ഭട്ടി സമ്മതിച്ചില്ല. അവൻ വിക്രമാദിത്യനെ അവിടെ നിർത്തി പണയമായി 10,000 പൊൻപണം വാങ്ങി യാത്രയായി. വിക്രമവല്ലരിയും ദിതി രാജകുമാരിയും വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ടും രാജകുമാരി തൻ്റെ ശപഥത്തെപ്പറ്റിയൊന്നും വിക്രമവല്ലരിയോട് പറഞ്ഞില്ല. ഭട്ടിയാകട്ടെ സ്വർണ്ണനാണയങ്ങൾ ഒരിടത്ത് കുഴിച്ചിട്ട ശേഷം വേതാളത്തെ വരുത്തി തൻ്റെ ശരീരം അവനെ ഏൽപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപം ധരിച്ചു. പക്ഷി കൊട്ടാരത്തിലും രാജകുമാരിയുടെ ജാലകപ്പടിയിലും മട്ടുപ്പാവിലുമൊക്കെ പറന്നു നടന്നു. പക്ഷേ ഇരുവർക്കും ഒന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ വിക്രമവല്ലരി തീരുമാനിച്ചു. അവൾ കടുത്ത ദുഃഖം അഭിനയിച്ച് മറ്റൊരു മുറിയിൽ പോയി തനിച്ചിരുന്നു. 1-2 ദിവസം കഴിഞ്ഞിട്ടും വിക്രമവല്ലരി അവിടെ നിന്നും എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദിതി പ്രിയ തോഴിയെ കാണാനെത്തി. എത്ര ചോദിച്ചിട്ടും വിക്രമവല്ലരി ഒന്നും വിട്ടു പറഞ്ഞില്ല. ദിതി ആകെ വിഷമത്തിലായി. അവൾ വിക്രമവല്ലരിയുടെ കൈപിടിച്ച് അടുത്തിരുന്നു. സഖി, നിന്റെ വ്യഥ എന്താണെന്ന് കൃത്യമായി എനിക്കറിയില്ല. എങ്കിലും എന്താണെങ്കിലും വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കൾ കൂടെയുണ്ടെങ്കിൽ അതവരോട് പറയാം. പരിഹരിക്കാനാവുമോ ഇല്ലയോ എന്നുള്ളതല്ല. വിഷമങ്ങൾ തുറന്നു പറയുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. മനസ്സൊന്ന് തണുപ്പിക്കാനായി ഞാനൊരു കഥ പറയട്ടെ. ഇത് സൗഹൃദങ്ങളുടെ കഥയാണ്. കഥ കേട്ട ശേഷം ഞാൻ നിന്റെ ഉറ്റ സുഹൃത്താണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിന്റെ വിഷമം എന്നോട് പറയണം. വിക്രമവല്ലരി ആകാംക്ഷയോടെ ദിതിയെ നോക്കി. മൗനം സമ്മതമായി കണ്ടുകൊണ്ട് ദിതി പറഞ്ഞു തുടങ്ങി. ചിത്രാംഗം എന്ന രാജ്യത്തെ രാജാവിൻ്റെ മകനായിരുന്നു ഗുണവല്ലഭൻ. അവന് ചെറുപ്പത്തിൽ കാട്ടിൽ വസിക്കുന്ന ഒരു വേടൻ്റെ മകനുമായി ചങ്ങാത്തമുണ്ടായിരുന്നു.
ഹിരണ്യസീനു എന്നായിരുന്നു അവൻ്റെ പേര്. ഹിരണ്യസീനു രാജകുമാരൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും സുഖദുഃഖങ്ങൾ പങ്കുവച്ചും വളർന്നു. പക്ഷേ വളർന്നപ്പോൾ രാജകുമാരൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. അവൻ ഹിരണ്യസീനുവിനെ പതിയെ ഒഴിവാക്കി. കാലം കടന്നുപോയപ്പോൾ ഗുണവല്ലഭൻ രാജാവായി. രാജകുമാരൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ കൊട്ടാരത്തിൽ അർഹമായ ഒരു സ്ഥാനം തനിക്കുമുണ്ടാകുമെന്ന് കരുതിയ ഹിരണ്യസീനുവിന് തെറ്റി. പിന്നീട് ഹിരണ്യസീനുവിന് രാജാവിനെ കാണാൻ പോലുമുള്ള അനുമതി ലഭിച്ചില്ല. ഗുണവല്ലഭൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ ഹിരണ്യസീനു പഠിച്ച പണി 18 പയറ്റി നോക്കി. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. രാജകുമാരൻ്റെ കൂടെയായിരുന്നു ജീവിതം എന്നതിനാൽ തൻ്റെ കുലത്തൊഴിലിൽ പോലും അവന് വേണ്ടത്ര പ്രാഗൽഭ്യമുണ്ടായിരുന്നില്ല. ഉപജീവനത്തിന് വേറെ വഴിയില്ലാതായപ്പോൾ വേട്ടയാടാനായി അവൻ കാട്ടിലേക്ക് പോയി. അമ്പുകൾ ലക്ഷ്യം തെറ്റി. ദിവസങ്ങളോളം പ്രയത്നിച്ചിട്ടും ഹിരണ്യസീനുവിന് വേട്ടയിൽ തൻ്റെ കഴിവ് തെളിയിക്കാനായില്ല. പട്ടിണിയും പരിവട്ടവുമായി അവൻ വലഞ്ഞു. പ്രായമായ അച്ഛനെയും അമ്മയെയും പോലും നോക്കാൻ അവന് കഴിവില്ലാതെയായി. അങ്ങനെയിരിക്കെ കാട്ടിലൂടെ അലയുന്നതിനിടയിൽ ഹിരണ്യസീനു ഒരു രംഗം കണ്ടു. ഒരു സന്യാസി സുന്ദരിയായൊരു സ്ത്രീയുടെ മടിയിൽ തലചായ്ച്ച് മയങ്ങുന്നു. സന്യാസി വൃദ്ധനും വൃത്തിഹീനനുമായിരുന്നു. എന്നാൽ യുവതി വളരെ സുന്ദരിയും ചെറുപ്പവുമായിരുന്നു. കുറച്ചു നേരത്തെ നിരീക്ഷണത്തിനുള്ളിൽ തന്നെ യുവതി അയാളുടെ ഭാര്യയാവാമെന്നും അവൾ നിവൃത്തിയില്ലാതെയാണ് ക്രൂരനായ സന്യാസിയുടെ പത്നിയായിരിക്കുന്നത് എന്നും ഹിരണ്യസീനു അനുമാനിച്ചു. ഈ യുവതിയെ രക്ഷിച്ച് രാജകുമാരന് സമ്മാനിക്കുകയാണെങ്കിൽ തനിക്ക് പഴയതുപോലെ അവൻ്റെ സുഹൃത്താവാമെന്നും അതോടെ തൻ്റെ കഷ്ടതകൾ തീരുമെന്നും മനസ്സിലാക്കിയ ഹിരണ്യസീനു കൊട്ടാരത്തിലേക്ക് ഓടി. അവൻ ഗുണവല്ലഭനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇത് കേട്ട് സന്തോഷവാനായ ഗുണവല്ലഭൻ ഹിരണ്യസീനുവിനെ കെട്ടിപ്പിടിച്ചു. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു കൂട്ടുകാരാ? നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു. നിനക്ക് കൊട്ടാരത്തിലേക്ക് വരാമായിരുന്നല്ലോ, എന്തേ വരാഞ്ഞു? അതൊക്കെ ഞാൻ വിശദമായി പറയാൻ കൂട്ടുകാരാ. നീ എന്നെ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ കുമാരിയെ ദുഷ്ടനായ സന്യാസിയിൽ നിന്നും രക്ഷിക്കുക എന്നതാണ്. ഞാൻ അവിടെ ചെന്ന് ഉറങ്ങുന്ന സന്യാസിയുടെ തല എൻ്റെ മടിയിൽ വെച്ചിട്ട് കുമാരിയെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അവളെ ഇവിടെ സ്വീകരിച്ചിരുത്തിയ ഉടനെ തന്നെ നീ വന്ന് എന്നെ രക്ഷിക്കണം. രാജകുമാരൻ സമ്മതിച്ചു. ഹിരണ്യസീനു ഉടനെ തന്നെ പഴയ സ്ഥലത്ത് തിരിച്ചെത്തി. സന്യാസി അപ്പോഴും ഉറങ്ങുകയായിരുന്നു. ഹിരണ്യസീനുവിനെ കണ്ട ഉടനെ തന്നെ യുവതി പരിഭ്രമത്തോടെ പറഞ്ഞു, അയ്യോ, ഇങ്ങോട്ട് വരല്ലേ. എൻ്റെ ഭർത്താവ് ഒരു ദുർമന്ത്രവാദിയാണ്. അദ്ദേഹം ഉണർന്നാൽ നിങ്ങളെ ശപിച്ച് ഭസ്മമാക്കി കളയും. ദയവായി തിരിച്ചു പോകൂ. ഇത് കേട്ട് ഹിരണ്യസീനു പുഞ്ചിരിയോടെ പറഞ്ഞു, ഭവതി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ചിത്രാംഗ രാജ്യത്തെ രാജാവായ ഗുണവല്ലഭൻ്റെ ഉറ്റ സുഹൃത്താണ് ഞാൻ. എന്നെ ഒന്നും ചെയ്യാൻ ഭവതിയുടെ ഭർത്താവിന് കഴിയില്ല. ഭവതിയെ ഇവിടെ നിന്നും രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ തല അനക്കാതെ എൻ്റെ മടിയിലേക്ക് വച്ചിട്ട് ഭവതി കൊട്ടാരത്തിലേക്ക് ചെല്ലുക. രാജാവ് അവിടെ ഭവതിയെ കാത്തിരിക്കുന്നുണ്ട്. ഭവതിയെ അവിടെ സ്വീകരിച്ചിരുത്തിയ ഉടനെ തന്നെ രാജാവ് ഇവിടെ വന്ന് ഈ ദുഷ്ടനെ വധിച്ച് എന്നെ രക്ഷിച്ചോളും. യുവതി ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് സന്യാസിയുടെ തല മെല്ലെ എടുത്ത് ഹിരണ്യസീനുവിൻ്റെ മടിയിൽ വെച്ചു. പെട്ടെന്ന് തന്നെ രാജാവിനെ അങ്ങോട്ട് അയക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് അവൾ കൊട്ടാരത്തിലേക്ക് ഓടി. ഹിരണ്യസീനു സന്യാസിയുടെ തലയും മടിയിൽ വെച്ച് കാത്തിരുന്നു. കൊട്ടാരത്തിലെത്തിയ യുവതിയെ ഗുണവല്ലഭൻ ആർഭാടപൂർവ്വം സ്വീകരിച്ചു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. യുവതി രാജാവിനോട് ഹിരണ്യസീനു സന്യാസിയുടെ തലയും മടിയിൽ വെച്ചുകൊണ്ട് കാട്ടിലിരിക്കുന്ന കാര്യം പറഞ്ഞു. അത് കേട്ട് രാജാവ് പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നല്ലോ. എനിക്ക് അങ്ങനെ ഒരാളെ അറിയുക പോലുമില്ല. സുന്ദരിയായൊരു യുവതി കൊട്ടാരത്തിലേക്ക് എത്തുമെന്നും അവളെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിക്കണമെന്നും കൊട്ടാരൻ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞിരുന്നു. ആ പ്രവചനം സത്യമായി. ഭവതി ഇതാ എൻ്റെ മുന്നിൽ നിൽക്കുന്നു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. ഭവതി പറയുന്നത് പോലെ ഒരു സുഹൃത്തും എനിക്കില്ല. ഏറെ സമയം കഴിഞ്ഞിട്ടും രക്ഷകനായി എത്താമെന്ന് പറഞ്ഞ രാജാവിനെ കാണാഞ്ഞ് ഹിരണ്യസീനുവിന് പരിഭ്രമം തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഉറങ്ങിക്കിടന്നിരുന്ന സന്യാസി ഉണർച്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. സന്യാസി ഉണർന്നാൽ തൻ്റെ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഹിരണ്യസീനു വിയർക്കാൻ തുടങ്ങി. അധിക സമയം കഴിയും മുൻപേ സന്യാസി കണ്ണു തുറന്നു. തൻ്റെ തലയിരിക്കുന്നത് ഒരു കാട്ടാളൻ്റെ മടിയിലാണ് എന്ന് കണ്ട സന്യാസി ക്രോധത്തോടെ ചാടി എഴുന്നേറ്റു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതിനിടയിലും അയാൾ ഒരു നിമിഷം കണ്ണടച്ച് നടന്നതെന്താണെന്ന് മനസ്സിലാക്കി. അതുകൂടെ അറിഞ്ഞതോടെ അയാൾ തൻ്റെ തോൾ സഞ്ചിയിൽ കൈയിട്ട് അതിൽ നിന്നും ഉഗ്രവിഷമുള്ള ഒരു സർപ്പത്തെ പുറത്തെടുത്തു.